നമ്മളിപ്പോൾ ഉള്ളത് തലപ്പറമ്പ് MRIയിലാണ് ട്ടാ. നമ്മളെ കണ്ണൂർ സിറ്റിയിൽ ഉള്ളത് പോലെ തന്നെ ഇവിടെയും റമദാൻ നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി 12 മണിയൊക്കെ ആയിനാട്ടോ ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അന്നേരം തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നേ. അപ്പോൾ ലേറ്റായിട്ട് വന്നുകൊണ്ട് തന്നെ ചിക്കനൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ട്ടോ. വേടൻ, സത്യഭാമ ഇതൊക്കെ എന്ത് സാധനം എന്ന് അറിയാത്തതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരോടൊന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. ഏറ്റവും മൂവിങ് ഉള്ള സാധനം ഏതാണെന്ന് വെച്ചപ്പം പെരിപ്പെരിയും കാന്താരിയാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അതൊന്ന് പോരട്ടെ എന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ മസാലകളൊക്കെ ഇതിങ്ങനെ നിരത്തി വെച്ചനെ അതൊക്കെ കാണുമ്പോണ്ടല്ലോ വായിൽ കപ്പലോടട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കേട്ടോ, ഒന്ന് കാന്താരിയും ഒന്ന് പെരിപ്പെരിയാണ് കേട്ടോ. മസാലയൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് കയ്യിലോട്ട് അങ്ങ് തരും. കാണുമ്പോൾ തന്നെ വായിന്ന് കപ്പലോടട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് കാന്താരിയാണ് കേട്ടോ. പെരിപ്പെരി വെച്ച് നോക്കുമ്പോൾ അത് അത്ര വലിയ സ്പൈസി ഒന്നും അല്ല കേട്ടോ. മോശമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടാമത് ട്രൈ ചെയ്തത് പെരിപ്പെരിയാണ് കേട്ടോ. അതങ്ങ് കടിച്ചതേ ഓർമ്മ ഉണ്ടായിട്ടുള്ളൂ. വയറ്റിന്നൊക്കെ തീയൊക്കെ പാളുന്ന പോലെ ഉണ്ടായിരുന്നേ. തലയൊക്കെ കറങ്ങിയിട്ട് എന്താ പറയാ, ചുണ്ടൊക്കെ ലിപ്സ്റ്റിക് ഇട്ട പോലെ ഉണ്ടായത്. ഇതിന്റെ നേരെ മുമ്പിൽ ഒരു ഐസ്ക്രീം സ്റ്റാൾ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങ് രക്ഷപ്പെട്ട്. അങ്ങനെ ഒരു ഐസ്ക്രീമും കൂടി കുടിച്ചിട്ട് വേറൊരു ഐറ്റം കൂടി നമ്മൾ ട്രൈ ചെയ്ത. ഇതും ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ ആയിട്ടാണ് ജിന്ന് സോഡ. നാരങ്ങ അച്ചാറും പച്ചമുളകും ഉപ്പും മോരും സോഡയൊക്കെ ഇട്ടിട്ട് തരും. കുടിക്കുമ്പോൾ നല്ല റിഫ്രഷിങ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മറ്റേതിനേക്കാൾ ഇഷ്ടമായത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. അങ്ങനെ അത് കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ഈ ഒരു സ്റ്റാളിലേക്കാണ്. ഇതിനെക്കുറിച്ച് ആരോട് പറയണ്ടല്ലോ, പൊട്ടാറ്റോ ഫ്രൈ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ചിക്കനും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷെ അവിടെ ഏകദേശം എല്ലാം കാലിയായിട്ടുണ്ടായിരുന്നു. ചുട്ടിട്ട് വെച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. തണിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചിക്കനും ബീഫൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്, ഉപ്പിലിട്ടതും കച്ചും അങ്ങനെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വേഗം വിട്ടോ തൽപ്പറമ്പിലോട്ട്.